City Gold, Gold and Diamonds, Kerala and Karnataka. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله واصرف عنا ما هو شر علينا أتنا ما أعطيت لعبادك الصالحين هب لنا ما وهبت لعبادك الصالحين زد في قلوبنا محبة حبيبك سيدنا مصطفى محمد صلى الله عليه وسلم ومحبة عبادك الصالحين اللهم اجعل الرأفة والألفة والمحبة والتقوى والصبر في قلوبنا وقلوب أزواجنا وذرياتنا وقلوب أساتذتنا وقلوب إخواننا المسلمين اللهم جمعنا هذا جمعا مرحوما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم يسر لنا الانتظام في جميع أمورنا الدينية والدنيوية إنك على كل شيء قدير اللهم بارك لنا في أفعالنا وأقوالنا وحركاتنا وسكناتنا ومعاملاتنا ومزارعتنا وتجاراتنا اللهم بارك لنا فيما نحن فيه وفيما توجهناه وفي أمرنا هذا كما باركت لعبادك الصالحين وفق لنا ولمن أوصانا ولمن أراد منا السفر حج بيتك الحرم وزيارة روضة نبيك محمد صلى الله عليه وسلم وسائر مزارات المعلمة مع الصحة والسلامة والتقوى يا أرحم الراحمين ومنجينا وجدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أجدادنا كلهم رضوان الله تعالى عن كل واحد منهم أجمعين اللهم أعل درجاتهم في الجنة اللهم بحقوقهم وبفضلهم وبكراماتهم افض علينا وعلى والدينا وعلى أساتذتنا وعلى من معنا وعلى من أوصانا بالدعاء من فيوضاتهم يا مفيض الفيوضات اللهم إنك تعلم ذنوبنا وذنوبهم فاغفرها إنك تعلم ذنوبنا وذنوبهم فاغفرها إن ذنوبنا وذنوبهم قد عظمت وجلت وأنت أعظم وأجل اللهم افعل بنا وبإما أنت أهل ولا تفعل بنا وبإما ولا معنا شقيا ولا مطرودا ولا محروما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
آمين برحمتك يا أرحم الراحمين صلى الله تعالى. അതായത് നിങ്ങളെ കൂടെ വരുന്ന വളണ്ടിയർ ഖാദിമുനുജ്ജാജായി നിങ്ങളെ സേവിക്കാൻ വരുന്ന വളണ്ടിയറെ ഏകദേശം 90ഓളം വളണ്ടിയർമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് 8ഓളം വളണ്ടിയർമാരുണ്ട് നിങ്ങളെ കൂടെ വരാൻ വേണ്ടിയിട്ട്. അത് ഏത് ഫ്ലൈറ്റിൽ ആരെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഒരു തീരുമാനം ആയിട്ടില്ല. എന്തായാലും നമ്മുടെ ജില്ലാ ട്രെയിനർക്ക് തന്നെ അവസരം കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ഇനി നിങ്ങളെ ഫ്ലൈറ്റിൽ അല്ല എങ്കിലും മക്കത്തും മദീനത്തും അദ്ദേഹത്തിൻ്റെ സേവനം ഉണ്ടാവും. കാരണം മുൻ വർഷങ്ങളിൽ പോയി വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്ത് കഴിവ് തെളിയിച്ച് ഹജ്ജ് കമ്മിറ്റി അംഗീകരിച്ചത് കൊണ്ടാണ്. ഒരു കുറവോ പോരായ്മകളോ ഇല്ലാത്തത് കൊണ്ട് ഒരു കുറവോ പോരായ്മകളോ ഉള്ള വളണ്ടിയർമാരെ വീണ്ടും വളണ്ടിയറായിട്ട് തിരഞ്ഞെടുക്കൂല. നിങ്ങൾക്ക് വളണ്ടിയർമാർ വീട്ടിൽ എന്തെങ്കിലും മോശമായ പെരുമാറ്റമോ അങ്ങനെ ആർദ്രവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ദുആ ചെയ്ത നമ്മളെ കാട്ടുകുക്ക തങ്ങളുണ്ട്, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ അവർ ലക്ഷക്കണക്കിന് ഉറുപ്പ വാടകയുള്ള VIC ഹോള് നമുക്ക് സൗജന്യമായി തന്നതാണ്. അതേപോലെ ഈ ഹോളിൻ്റെ മാനേജറുണ്ട് അബ്ദുള്ള, അദ്ദേഹം ഇതിനുവേണ്ടി ആത്മാർത്ഥമായി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആദ്യമേ ഉണർത്തുന്നു. അതോടൊപ്പം ഈ ഹാൾ അദ്ദേഹത്തിൻ്റെതാണെങ്കിലും ഇതിന്റെ പ്രാഥമികമായ സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഇവിടുത്തെ മാനേജർ ലത്തീഫ് കാത്തി, അദ്ദേഹത്തിനും വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ആദ്യമേ ഉണർത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രെയിനിങ് ഓർഗനൈസർമാരായ സിറാജ്, അമാനുള്ള, അബ്ദുൽ ഖാദർ ഹാജി തെക്കിൽ, ഹമീദാജി, ഡോക്ടർ റൌഫ്, സർക്കാർ തുരുത്തി, ഈ വർഷം പരിശുദ്ധ ഭൂമിയിൽ ചെന്ന് അള്ളാഹുവിൻ്റെ അതിഥികളാവാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ മൊബൈൽ അവിടെ വർക്ക് ചെയ്യില്ല, നാട്ടിലത്തെ മൊബൈൽ അവിടെ വർക്ക് ചെയ്യില്ല, OTP കിട്ടില്ല. അപ്പോൾ സൗകര്യത്തിന് വേണ്ടി എല്ലാവരും കോമൺ ആയി 1, 2, 3, 4, 5, 6 എന്നുള്ള നമ്പർ സെറ്റാക്കിയാൽ അതൊരിക്കലും മറന്നുപോകില്ല. നിങ്ങളുടെ മക്കളെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയി ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോമൺ ആയ ഒരു നമ്പർ എല്ലാവരും അടിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ആ നമ്പർ അടിച്ച് എന്ത് ചെയ്യുക, അത് സെറ്റ് ചെയ്ത് വെക്കുക, ഒരു MPIN അടിച്ചത് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ തുടക്കത്തിൽ അവിടെ ഒരു 3, അതുപോലെ നമ്മളെ ലഗേജ് ഇത് സ്കാൻ ചെയ്തതിനകത്തൊക്കെ കയറ്റാൻ പഠിക്കും. ലഗേജിൽ ഒട്ടിക്കാൻ സ്റ്റിക്കറൊന്നും തന്നില്ലേ, എല്ലാവർക്കും തന്നല്ലോ. അത് നിർബന്ധമായിട്ടും പിന്നീട് പറയും നിങ്ങളെ ലഗേജിൽ അതൊക്കെ ഒട്ടിച്ച് വെക്കണം. ഒരു സാധനം ഇങ്ങനെ കയറ്റാൻ വേണ്ടി പിന്നീട് എയർപോർട്ടിൽ നിന്ന് ചിലപ്പോൾ തരും, ഹജ്ജ് ക്യാമ്പിൽ നിന്ന്. അത് ഇതിനകത്ത് സ്കാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലഗേജ് എവിടെയെങ്കിലും മിസ്പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ ആ ലഗേജ് എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനും അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഒരു ലഗേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏത് ഹാജിയുടേതാണ്, ആ ഹാജി ഏത് ബിൽഡിങ്ങിലാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തി ആ ലഗേജ് നിങ്ങളുടെ റൂമിൽ എത്തിക്കാനും ഈ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ മൊബൈൽ നമ്പറും നമ്മൾ ഈ പറഞ്ഞ OTP MPIN അടിച്ചാൽ അവരെ മൊബൈലിൽ എന്ത് ചെയ്യും, ഈ സാധനം വർക്കാവും. ഇത് എന്തിനാ ചെയ്തു വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ഒരു സംഭവമാണ്. വരും വർഷങ്ങൾ ഇതിന്റെ ഏറ്റവും പൂർണ്ണതയിലെത്താൻ ഒരു പക്ഷേ 2-3 വർഷങ്ങൾ എടുത്തേക്കാം. എങ്കിലും അതിന്റെ ആദ്യത്തെ ആളുകൾ നമ്മളാണ്. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും എല്ലാവരും മൊബൈൽ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ പിന്നീടൊന്ന് ഹജ്ജ് സുവിധ ഇതിന്റെ ലിങ്ക് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇടും, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കഴിയാത്തവയ്ക്ക് പിന്നീട് ഹജ്ജ് ക്യാമ്പിൽ വെച്ച് എന്ത് ചെയ്യും, അത് ചെയ്തോളൂ. ഇല്ലാത്തവരായിട്ട് ഒരാൾക്ക് നമുക്ക് മാക്സിമം 10,000 റിയാലാണ്, 10,000 റിയാലാണ് നമുക്ക് ഒരാൾക്ക് കയ്യിൽ കൊണ്ടുപോകാനുള്ള അധികാരമുള്ളത്. അപ്പോ ഈ അക്കൗണ്ട് വഴി നമുക്ക് 50,000 രൂപ വരെയാണ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ക്യാഷ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പരിധി എന്ന് പറഞ്ഞാൽ 50,000 രൂപ. 50,000 രൂപയ്ക്ക് തുല്യമായ റിയാൽ, അതായത് ഏകദേശം 2,300 റിയാലോളം ഏകദേശം നമുക്ക് 50,000 രൂപയ്ക്ക് വരും.
അത്രയും കാശ് നമുക്ക് കാശായിട്ട് തന്നെ കൈമാറ്റം ചെയ്യാം. ഈ ഡോക്യുമെന്റ്സ്, അതായത് പാൻ കാർഡ്, പാസ്പോർട്ടിന്റെ കോപ്പി, പിന്നെ ഈ ശരിക്കും വേണ്ടത് വിസയും ടിക്കറ്റിന്റെ കോപ്പിയാണ് വയ്ക്കേണ്ടത്. പക്ഷെ അതില്ല, ഭൂരിഭാഗം പേർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഒരു കവറിന് 4-5 ആളുണ്ടെങ്കിൽ പൈസ വേണമെങ്കിൽ ഒരാൾ മാത്രമായിട്ട് കൈമാറ്റം ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആവശ്യം വരുന്ന തുക എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാൾ അക്കൗണ്ട് വഴിയാണെങ്കിൽ നമുക്ക് 10,000 റിയാൽ വരെ മാറ്റാം. അല്ലാത്തതാണെങ്കിൽ 50,000 രൂപയ്ക്ക് തുല്യമായ 2,200 ഏകദേശം ഒരാൾ പോയിട്ട് വേണ്ട രേഖകൾ ബ്രാഞ്ചിൽ കൊടുത്തിട്ട് കാശ് മാറ്റാൻ സൗകര്യം അവിടെ ഉണ്ടാക്കുന്നതാണ്. ഒന്നുമില്ല, അന്നത്തെ ദിവസത്തെ ഇതിന്റെ നിരക്കനുസരിച്ച് നിങ്ങൾക്ക് അതിന് തുല്യമായിട്ടുള്ള റിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തരുന്നതാണ്. ഏകദേശം ഒരു റിയാൽ 22 രൂപ 70 പൈസയാണ് ഈ ഒരാഴ്ചയായിട്ട് കണ്ടുവരുന്ന ഒരു നിരക്ക് വരുന്നത്. 22 രൂപ 70 പൈസ. അത് ഒന്നങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം 22.7-നും 22.8-നൊക്കെയാണ് നമ്മൾ കൈമാറ്റം ചെയ്തിട്ടുള്ളത്. അപ്പൊ നാളെ മുതൽ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിലും കാസർഗോഡ് ബ്രാഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡ് ബ്രാഞ്ച്. അപ്പൊ ഈ രേഖകളായിട്ട് ഒരാൾ അവിടെ ചെല്ലുകയാണെങ്കിൽ, ഇത്രയും പറഞ്ഞ രേഖകളുമായിട്ട് ചെല്ലുകയാണെങ്കിൽ, അക്കൗണ്ട് ഉണ്ടെങ്കിൽ 10,000 റിയാൽ വരെ അയാൾക്ക് മാറാം. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് 2,200 റിയാൽ, അതായത് 50,000 രൂപയ്ക്ക് തുല്യമായ റിയാൽ കൈമാറ്റം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പാൻ കാർഡ്, പാസ്പോർട്ട്, കവർ ID. പ്ലേ സ്റ്റോറിൽ പോയി ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ രജിസ്റ്റർ ഹജ്ജ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുന്നത്. ആ മൊബൈൽ നമ്പറിലേക്കാണ് ഇതിന് ഒരു OTP വരിക. അപ്പോൾ ലോഗിൻ വിത്ത് OTP എന്നുള്ള ഒരു സംഭവമുണ്ട്. ഈ ലോഗിൻ വിത്ത് OTP ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ ഒരു പിൻ നമ്പറാണ് അടിച്ചത്. നമുക്ക് ഗൂഗിൾ പേയിലൊക്കെ പൈസ നമ്പർ അടിക്കണ്ടേ, അതുപോലെ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ ഏറ്റവും ഹാജിമാരുടെ പേരും വിവരങ്ങളും അവിടെ കാണിക്കും. കൂടെ വരുന്ന ഹാജിമാരുടെ പേരും വിവരങ്ങൾ, ഭാര്യയോ പിന്നെ സഹോദരിമാരോ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളോ ആരാ വരുന്നത് അവരുടെ പേര് കൂടി അവിടെ കാണിക്കും. അപ്പോൾ അവർക്കും ഈ അവരുടെ മൊബൈലിൽ സാധനം വർക്ക് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി അവരുടെ പേര് അവിടെ ഉണ്ടാവും. അവരെ എഡിറ്റ് ചെയ്യാൻ ഒരു പെണ്ണിൻ്റെ ചിത്രം വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അവരുടെ പേരിന് നേരെ അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബില്ല് സെറ്റ് ചെയ്യാൻ ഈ എലിമിനി കൊള്ളുന്ന ഈ ചൂടിൻ്റെ സമയത്ത് മറ്റൊരു സ്ഥലത്താണെങ്കിൽ ഈ കാശെങ്കിൽ നമ്മൾ വല്ലാതെ അസ്വസ്ഥരാകുമായിരിക്കും. ഇവിടെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എത്ര സമയം ഇരിക്കാൻ പറഞ്ഞാലും നിങ്ങളിവിടെ ഇരിക്കും, ഒരു ബുദ്ധിമുട്ടായിട്ടില്ലല്ലോ. സൗജന്യമായി തന്നത് അത് വാടകയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ സ്പോൺസർ ചെയ്യാനോ അതിന് തയ്യാറാണ്. പക്ഷേ ഒരു സന്തോഷത്തിക്ക് വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടിയായ സാലിഹാജ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ പോകുന്നത് അല്ലാഹുവിന്റെ അതിഥികളായി ഭൂമിയിൽ ഒരുപാട് സ്ഥലം يا رب العالمين الله صل على طه الأمين في كل وقت وحين املأ قلبي باليقين ثبتني على هذا الدين اغفر لي والمؤمنين ഇനി എന്നിട്ടും അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആരും അതിനെപ്പറ്റി ബേജാറാവൊന്നും വേണ്ട. നിങ്ങൾ ഹജ്ജ് ക്യാമ്പിൽ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടുന്ന് അത് റെഡിയാക്കിയിട്ട് ഇവിടുന്ന് വിടുള്ളൂ. നിങ്ങൾ ആദ്യം പോയിട്ട് ലഗേജ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ചെക്കിംഗ് ഓഫീസറെ പോലെ പ്രവർത്തിക്കുന്ന നമ്മളെ ഹജ്ജിൻ്റെ വളരെ
എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ പറ്റി. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളത് കൂടുതൽ 1, 2, 3, 10 പ്രാവശ്യം കേട്ടാൽ അത്രയും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ടെക്നിക്കലായ ക്ലാസ്. അത് രണ്ടും വേറെ വേറെയാണ്. രണ്ടായിട്ട് മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ പോയി വരാം. അത് ഇവിടുന്ന് നമ്മൾ ടെക്നിക്കൽ ക്ലാസ്സാണ്. മസ്തലപരമായ ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് ടെക്നിക്കൽ പരമായ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിട്ടോ കൊടുക്കും. ഇത് വരും, എത്ര ലഗേജ് കൊണ്ടുപോകണം, എന്ത് സംശയം ഉണ്ടെങ്കിലും സ്വാഗതം പറയാനാണ്. വിവരങ്ങളെല്ലാം ക്ലാസ്സിൽ പറയും. ഇത്ര ക്ലാസ്സിൽ സാങ്കേതിക പഠന ക്ലാസ്സിൽ രേഖപ്പെടുത്തുകയും സ്ഥലവും അതിന് നേരെ കാഞ്ഞങ്ങാട് ഒരു ക്ലാസ്സും തൃക്കരിപ്പൂർ ഒരു ക്ലാസ്സും ബാക്കിയുണ്ട്. ഏതെങ്കിലും ആജി ഏതോ 1, 2 ആജിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വരാൻ പറ്റാത്ത അവസ്ഥയിലുണ്ട്. ഒരു യാത്രയിലുള്ളതാണ്. അവർക്ക് ഒന്നുകിൽ കാഞ്ഞങ്ങാട് ക്ലാസ്സിൽ അല്ലെങ്കിൽ തൃക്കരിപ്പൂർ ക്ലാസ്സിൽ يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله മദനീയ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ അംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവരുടെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് في كل وقت وحين املأ قلبي باليقين ثبتني على هذا الدين ഇവളണിയും പൊന്നല്ലേ കനതുണരും ദിനമല്ലേ മുച്ചത്തി പെണ്ണിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ
Golden Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com.